ബേഡകത്തെ സാവിത്രിഭായ് ഫൂലെ മെമ്മോറിയൽ ആശ്രമ സ്കൂൾ പട്ടികജാതി പട്ടികവർഗ വികസനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു നാടിന് സമർപ്പിച്ചു. കേരളത്തിലേത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരാണെന്ന് മന്ത്രി പറഞ്ഞു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും സമസ്ത മേഖലകളിലും നിരവധി പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. ബേഡകം വലിയപാറയിൽ പുതുതായി നിർമ്മിച്ച സാവിത്രിഭായ് ഫൂലെ മെമ്മോറിയൽ ആശ്രമ സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നതികളിലെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തത് വലിയ നേട്ടമാണ്. എല്ലാവരുടെയും അവകാശമാണ് വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്ന സർക്കാരാണ് നിലവിലുള്ളത്. ഉന്നതികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തെ 81 വിദ്യാർത്ഥികളെ 25 ലക്ഷം രൂപ വീതം നൽകി വിദേശത്തേക്ക് അയച്ച സർക്കാരാണ് നമ്മുടേതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കാനും ഏറ്റവും മനോഹരമായിട്ടുള്ള റൂമിൽ കിടന്നുറങ്ങാനും സാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, പരമാവധി നമ്മുടെ കുട്ടികളെ ഈ ഹോസ്റ്റലിൽ ചേർക്കാനും നന്നായിട്ട് പഠിപ്പിക്കാനും നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്. ഇന്ന് പഠനം കൊണ്ട് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നമ്മുടെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം. പൊതുവേ നമ്മുടെ കാർഷിക മേഖലയിലാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജോലിയും വരുമാനവും ജീവിതമാർഗവും. അതിപ്പോ എവിടെയുണ്ടോ അല്ലെ? പൊതുവെ കേരളത്തിലെ കാർഷിക മേഖല നമുക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ SC/ST വിഭാഗത്തിന്റെ ജീവിതമാർഗവും പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ചടങ്ങിൽ CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, ബേഡക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണനൊക്ലാവ്, കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A. ഉഷ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ ഗോപി കുതിരക്കല്ല്, സ്കൂൾ PTA പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം, ബേഡക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് M. ധന്യ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി C. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ KV രാഘവൻ സ്വാഗതവും അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ K. പ്രസന്ന നന്ദിയും പറഞ്ഞു. സാവിത്രിഭായ് ഫൂലെ മെമ്മോറിയൽ ആശ്രമ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 2022 31.81 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ഒന്നാം ഘട്ട നിർമ്മാണത്തിനായി 7.50 കോടി രൂപയുടെ സാങ്കേതികാനുമതി ലഭ്യമാക്കുകയും ചെയ്തു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരനായ മുഹമ്മദ് അഷ്റഫ് 18 മാസത്തെ കാലാവധിയോടെ 2023 ഒക്ടോബർ മാസത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും 2025 നവംബറിൽ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു. 2606 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായി RCC ഫ്രെയിം സ്ട്രക്ചർ രീതിയിൽ പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 4 ക്ലാസ് റൂം, 2 സ്റ്റാഫ് റൂം, ഓഫീസ് റൂം, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ റൂം, മാനേജർ, IT റൂം, റീഡിംഗ് റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങളും, 2ാം നിലയിൽ 6 ക്ലാസ് റൂം, 2 സ്റ്റാഫ് റൂം, 4 ലാബുകൾ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.